കേരളത്തിലെ 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് താഴിട്ട് പിണറായി സർക്കാർ. ഇതോടെ സംസ്ഥാനത്തെ ആകെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 149-ൽ നിന്ന് 131 കുറയും. KSRTC കൂടാതെ വൈദ്യുതി വകുപ്പും ജലവിഭവ വകുപ്പും സപ്ലൈകോയും കോടികളുടെ നഷ്ടത്തിലെന്നും CMD റിപ്പോർട്ട്. സംസ്ഥാനത്തെ 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് ഒറ്റയടിക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാർ പൂട്ടിടുന്നത്. ഇതോടെ കേരളത്തിലെ സ്ഥാപനങ്ങൾ ഇനി 131 എണ്ണം മാത്രമായി കുറയും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കില്ലെന്നും കേന്ദ്രത്തിലെ BJP സർക്കാർ വിൽക്കാൻ പോകുന്നവ വാങ്ങാൻ തയ്യാറെന്നും വീമ്പു പറഞ്ഞ പിണറായി സർക്കാരാണ് തികച്ചും വിഭിന്നമായ നയവ്യതിയാനം കാട്ടുന്നത്. 1.29 ലക്ഷം പേരാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത്. കേരള പ്രിമോ പൈപ്പ് ഫാക്ടറി, കഞ്ചിക്കോട് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് എന്നിവ അടച്ച സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നു. കെൽട്രോണിന് കീഴിലുള്ള 3 എണ്ണവും ഈ പട്ടികയിലുണ്ട്. കെൽട്രോൺ കൗണ്ടേഴ്സ്, കെൽട്രോൺ പവർ ഡിവൈസസ്, കെൽട്രോൺ റെക്ടിഫയേഴ്സ് എന്നിവയാണിവ. കേരള ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചേഴ്സ് കോർപ്പറേഷനും ഇതിനൊപ്പം നിർത്തലാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലയിൽ ഏറ്റവും വമ്പൻ KSRTC തന്നെ. 1525 കോടി രൂപയാണ് ബാധ്യത. 1312 കോടി രൂപയുടെ നഷ്ടത്തിലാണ് ജലവിഭവ വകുപ്പ്. പെൻഷൻ ഫണ്ട് ലിമിറ്റഡിന് 1043 കോടിയുടെ കടമുണ്ട്. വൈദ്യുതി വകുപ്പും 1023 കോടി രൂപയുടെ നഷ്ടത്തിലാണ്. 190 കോടി രൂപയാണ് സപ്ലൈകോയുടെ കടം. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇതിൽ ഇനി ഏതിനൊക്കെ പൂട്ടിടുമെന്ന് പിന്നാലെ അറിയാം. ജനം, തിരുവനന്തപുരം.